ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് വന്നിരിക്കണത് ട്രീ ഫാമിൻ്റെ ഒരു വർക്ക്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളവിടെ മോബ് ഫാം സെറ്റാക്കി, പിന്നെ എന്ത് ചെയ്യും എന്നറിയില്ല. അപ്പോൾ ഇന്ന് വിചാരിച്ചു ട്രീ ഫാം സെറ്റാക്കാമെന്ന്. ഞാൻ ഇന്ന് കാര്യം പറഞ്ഞാൽ ഫുഡ് ഫാം സെറ്റാക്കാൻ എന്നൊരു എന്തെങ്കിലുമൊക്കെ തിന്നാൻ വേണ്ടിങ്ങാണ്ട് വല്ല കൃഷിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കാമെന്ന് കരുതി നിൽക്കുമ്പോഴാണ് വുഡില്ല. പിന്നെ ഞാൻ കുറച്ച് വർക്ക് ഇവിടെ ചെയ്തിരിക്കണ കാണിച്ചു തരാം. സ്വിച്ച് നിൽക്കില്ല, ലാഗായിട്ടാണിത് നിൽക്കുമ്പോൾ വരാതെ. ഇതാണ് ഞാൻ ചെയ്ത വർക്ക്. നമ്മുടെ ഷൾക്കർ ബോക്സുകളൊക്കെ ഫുള്ള് റെഡിയാക്കി വെച്ചു. പിന്നെ ഈ ഒരു സാധനം കുറച്ച് വലുതാക്കിട്ടോ, ഈ ഒരു ഇവിടെ നിൽക്കണ ഏരിയ കുറച്ച് വലുതാക്കി. എന്തായാലും ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ ഫാം ഇങ്ങോട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, ട്രീ ഫാം. എന്തായാലും ഓട്ടോമാറ്റിക് ഒന്നല്ല, നമ്മൾ തന്നെ കൈ കൊണ്ട് പൊട്ടിച്ചെടുക്കണം. പിന്നെതാ നമ്മുടെ ഷുഗർ കീൻ ഓട്ടോമാറ്റിക്, ഞാൻ എൻ്റെ ബുദ്ധിയിൽ ഉണ്ടാക്കിയ സാധനമാണിത്. അവിടെ നിന്ന് ബോൺ വീൽ ഇതിങ്ങനെ കൊടുത്താൽ മതി, ഇതിനെ നക്കിയിട്ട്. അപ്പം അത്രേ ഉള്ളൂ. നമ്മുടെ മോബ് ഫാമൊക്കെ നല്ല വർക്കിംഗ് ആണ്. പിന്നെ നല്ലോണം അടുത്ത് നിൽക്കാൻ പറ്റില്ല, അമ്മമാർ നമ്മളടിച്ച് കലക്കി തരും. ഇതൊന്നും ഈ ലൂട്ടൊന്നും ആവശ്യമില്ല. പോട്ടെ റൈറ്റ്. അപ്പോൾ ഇന്നത്തെ പണിൻ്റെ സാധനങ്ങൾ എടുക്കുക. ഇപ്പം നമുക്ക് വേണ്ട മെയിൻ ഐറ്റം പിക്കാക്സും ബ്ലോക്കും പിന്നെ ട്രീ ഫാം അല്ലേ, അപ്പോൾ കുറച്ച് ഡർട്ടും വേണം, സാപ്ലിങ്സും, അങ്ങനത്തെ കുറച്ച് പരിപാടിയാണ്. ഡർട്ട് ഇത് മതി തൽക്കാലത്തിന്. ഒരു സ്റ്റാക്ക് ഡർട്ട് ഉണ്ട് ഇവിടെ. ഡർട്ട് അതിനിപ്പോൾ എന്താ പറയല്, ഗ്രാസ് ബ്ലോക്കും. ഇനി നമുക്ക് ഇതിനെ ഇതാക്കി എടുക്കാം, സ്ലാബ് ആക്കി എടുക്കാം. വെറുതെ നമ്മൾ ബ്ലോക്ക് കഴിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഏതൊരു വീഡിയോ എടുത്താലും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓഫ് ക്യാമറ ഗ്രൈൻഡിങ് ആക്കണം. നമുക്ക് അടുത്ത വീഡിയോക്ക് വേണ്ടിയില്ല കണ്ടന്റ് ഉണ്ടാക്കണ്ടേ, കണ്ടന്റും വേണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഓഫ് ക്യാമറയിൽ കുത്തിരുന്ന് എന്ത് ഫാം ഉണ്ടാക്കണം അതിൻ്റെ സാധനങ്ങളൊക്കെ മുന്നേ തന്നെ റെഡിയാക്കി വെക്കും. അല്ലാതെ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യാൻ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ടാണ്. അത് ഒരു വലിയൊരു ചൊറയാണ്. 30 മിനിറ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ കട്ടാവും, അതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റൂല. അപ്പം എന്തായാലും ഇന്നത്തെ ഫാമിൻ്റെ പരിപാടി വെക്കാം. ഇവിടെ നമുക്കൊന്നും പ്രത്യേകിച്ചൊന്നും കാട്ടണ്ട, ജസ്റ്റ് ഷിഫ്റ്റ് അടിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ എപ്പോൾ പോയി പറഞ്ഞാൽ മതി. ബൈ ദ ബൈ ഈ സ്ലാബ് താത്തി വെക്കണം, പിന്നെ ചെയ്യാം. എന്തായാലും നമുക്ക് ഇതിനെ 2 5 4 5 6 7 ഇതിനെ നമുക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കാം. ഏകദേശം സെൻറ്റർ ഇതല്ലേ, അപ്പോൾ അങ്ങോട്ടൊരു 3 എണ്ണം, ഇപ്പുറത്തേക്ക് ഒരു 3 എണ്ണം ആക്കാം. 2 3 ഈ 3 എണ്ണത്തിലേറെ വേണമെങ്കിൽ നീട്ടാം. ഗ്രാസ് ബ്ലോക്ക് തികയും തോന്നണില്ല. എല്ലാം വെച്ച് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് 2 3 ഓക്കെ. അപ്പോൾ ഇവിടെ ഇത്തിരി സെറ്റാക്കി കഴിഞ്ഞാൽ ഇനി അടുത്ത പണി ഇതിൻ്റെ ചുറ്റോറം ഈ സ്ലാബ് നമുക്ക് ഇങ്ങോട്ട് ചുറ്റിച്ച് വെക്കാം. ഇത് മതിയോ? ഇതിലേറെ കുറച്ചും കൂടിയും പ്ലാറ്റ്ഫോം വലുതാക്കണോ നോക്കട്ടെ. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര കിട്ടും? 1 3 3 6 7. അങ്ങോട്ട് 1 2 3 4 5 6 7 7 × 8. നമുക്ക് 8 × 8 ആക്കാം.
അത് 8x8 ബ്ലോക്ക് തികയും തോന്നുന്നില്ല. അതെ, ഒരു ഭാഗത്തേക്കുള്ള ബ്ലോക്ക് തികഞ്ഞില്ല. അപ്പുറത്തെ ഭാഗത്തേക്കുള്ള ബ്ലോക്കും കൂടി എടുത്തിട്ട് വരാം. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ പൊട്ടിച്ചളഞ്ഞാൽ ഇത് ചുമ്മാ ഉണ്ടാക്കിയതാണ്, വെറുതെ ഒരാവശ്യമില്ലാതെ ഉണ്ടാക്കിയതാണ്. 10 ഡെർട്ട് ഇതവിടെ 10 മതിയാവുമല്ലോ. മതിയാവുമേക്കരം, പോയേക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണേ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഷെയർ വേണ്ട, നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും മാത്രം ചെയ്താൽ മതി. പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കുറ്റം കുറവുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, കമൻറ്റിൽ പറയാം. വെച്ച് തുടങ്ങിയില്ല അപ്പം തന്നെ. എന്ത് മണ്ടത്തരാണ് കാണിച്ചത്. ഞാൻ എന്താ കാട്ടിയ മക്കളെ, എന്താണ്ടോ കാട്ടി അവിടെ കുത്തുന്നു. പോട്ടെ, എൻ്റെ പിക്കാക്സ് കളഞ്ഞില്ലടാ. എന്തായാലും നമുക്കിത് ഇവിടെ വെക്കാം. ആദ്യമൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്യണം. ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ കുത്തിരുന്ന് എന്താ ഇത് മതിയാവും, ഈ പ്ലാറ്റ്ഫോം മതിയാവും. ഇത് തന്നെ ധാരാളം. ഇനി അടുത്ത വർക്ക് എന്താ വെച്ചാൽ എൻ്റെ ഒരു പിക്കാക്സ് ഉണ്ടാക്കണം. പിക്കാക്സ് ഇനി ആവശ്യമില്ല, പോയത് പോയി. അങ്ങനെ ഡെയിലി ഓരോ മരണം, അല്ലെങ്കിൽ പിന്നെ എന്തിനാ, ഒരു മരണം ഡെയിലി വേണം. ബൈ ദ ബൈ, ഞാനൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു കോബിൾ സ്റ്റോണ് ഇതാക്കണ പൊട്ടിച്ചിന വീഡിയോ ഞാൻ ഷോർട്സ് ആക്കി ഇടാം. ഞാൻ കാണിച്ചു തരാം അതങ്ങനെ ഓട്ടോമാറ്റിക്കലി പൊട്ടിച്ചാണ്. ഞാൻ ഗെയിം ഓൺ ആക്കിയിട്ട് ഓട്ടോമാറ്റിക്കലി പൊട്ടിച്ചങ്ങോട്ട് ഇട്ട് പോകും. അതൊക്കെ കാണിച്ചു തരാം, ഷോർട്സിലുണ്ടാവും. ഷോർട്സ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഞാനതാണ് ഇൻട്രോ ഒക്കെ പറയാൻ മറന്നു. നല്ലൊരു ഇൻട്രോ വേണം. കാര്യം പറഞ്ഞാൽ നമുക്ക് ഇൻട്രോ ഒന്നുമില്ല. ഇൻട്രോ ഇപ്പം എന്ത് പറയും, ഹലോ ഗായ്സ് വെൽക്കം ബാക്ക്, അല്ലെങ്കിൽ പിന്നെ വാട്സ്ആപ്പ് ഗൈസ് വെൽക്കം ബാക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ഇൻട്രോ നമുക്ക് ഉണ്ടാക്കണം. അപ്പം അത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് തോന്നുന്നത് എന്താണോ അത് കമൻറ്റ് ചെയ്യുക. ഞാനത് അടുത്ത വീഡിയോയിൽ നിന്ന് അങ്ങനെ പറയാം. ഐഡിയാസൊക്കെ നിങ്ങളതായിക്കോട്ടെ. ഇനി ഇതിനെ സ്ലാബ് ആക്കി എടുക്കാം. പിന്നെ ഫസ്റ്റത്തെ മരം വെച്ച് തന്നെ നമുക്ക് അത് പൊട്ടിയില്ലേ, ഇനി ഒരു കോടാലി ഉണ്ടാക്കണം. ആക്സ്, ആ സൗണ്ട് കുഴപ്പമുണ്ടാവില്ല. മതിയടോ, മതി 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 മതി. ഈ കണ്ട ബ്ലോക്കൊക്കെ തികയേക്കരം. എന്തോ ഒരവസ്ഥയാണ്. എൻ്റെ ലെതർ ആർമർ പോയി. ലെതർ കൊണ്ട് ഉണ്ടാക്കിയ, കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു ആർമർ ചെയ്യുന്നത്, ലെതർ ആർമറും അതും കൊണ്ടുപോയി കളഞ്ഞു. ഇനി ഇത് ഫുള്ള് ചുറ്റിച്ച് വെക്കാം. ഇങ്ങനെ വട്ടത്തിൽ വെക്കാം, അതിൻ്റെ പുറത്തു കൂടി ഇങ്ങനെ. അത് 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 ഇത് ഇത് അടുത്ത് നമ്മൾ ഇനി എന്ത് ചെയ്യും? ട്രീ ഫാം സെറ്റാക്കിയ പ്രകാരം നമുക്ക് ഇനി അടുത്തതൊരു വല്ല കൃഷി സെറ്റാക്കാം. കൃഷി തിന്നാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ക്യാരറ്റ് ഫാം എന്തെങ്കിലും ഉണ്ടാക്കാം. ക്യാരറ്റ് കുറച്ച് പെട്ടിയിലുണ്ട്, അപ്പം അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം.
നമ്മുടെ മറ്റേ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയപ്പോൾ തന്നെ ഓരോരുത്തർ സ്പോണായി. പൊട്ടിച്ചിട്ട് അതാണ് ഇവിടെ നിന്ന് പോലെ ചൂണ്ടലിട്ട് വലിച്ചാൻ പറ്റുമോ? വലിച്ചാൻ പറ്റുമല്ലോ. ഇവിടെ വാ, ഇവിടെ വാ. ബാ 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 ബാ. നമുക്ക് ഈ ചങ്ങായിനെയും കൊണ്ട് പോവാൻ അങ്ങോട്ട്. പോയി താഴെ പോയോ? പോണ്. പോയി. അപ്പോൾ അടുത്തത് ഇനി ഒരു സാപ്ലിങ്സ് കൊണ്ടുവരാൻ നട്ട് വെക്കാം. റയർ ആയിട്ടുള്ള സാപ്ലിങ്സ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാപ്ലിങ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതേക്കാരം. അതാണ് ക്യാരറ്റ് കണ്ടോ, അവിടെ ക്യാരറ്റ് കുറച്ചുണ്ട്. ഇനി ബോൺവീല് വെട്ടിയിലുണ്ട്. ബോൺവീല് മാത്രമില്ല, ഈ ഒരു സാപ്ലിങ്സ് നടുന്നത് നല്ലതായിരുന്നു. ഈ സ്പ്രൂസിൻ്റെ മരം അടിപൊളിയാണ്, പക്ഷെ ബോൺവീല് കഴിഞ്ഞൂലേ. നല്ലൊരു മറ്റേ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സ്കെൽട്ടൻ സ്പോണറൊക്കെ വെച്ചൊരു ഫാം ഉണ്ടാക്കണം കരുതിയപ്പോൾ അത് കൊണ്ടുപോയി മൂഞ്ചിച്ചു. ഇപ്പോഴും ഇത് പൊട്ടിച്ച് കളഞ്ഞിട്ടില്ല. എന്തായാലും പൊട്ടിച്ച് കളയുന്നുണ്ടെങ്കിൽ തന്നെ അത് കളയേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഉള്ളിൽ സ്പോണറില്ലേ, ഒരു മുട്ട ഉണ്ട്, പക്ഷെ അത് ഗാർഡിയൻ്റെ മുട്ടയാണ്. അതെടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് മൈൻ ചെയ്യാൻ പോലും പറ്റൂല, മറ്റേ എഫക്റ്റ് അടിക്കും. എന്തായാലും ഫസ്റ്റ് മരം തന്നെ ഇവിടെ നട്ടേക്കാം. ഫസ്റ്റ് മരം വന്നു. ഇനി ഇതിനെ നട്ടക്കാം ഇവിടെ. നമ്മുടെ രണ്ടാമത്തെ മരവും വന്നു. പോവാടെ, പിന്നെ വാ. എന്തായാലും ഇനി അടുത്തത് എന്ത് വർക്ക് ചെയ്യും? ഇവിടെ ഒരു മരം കൂടി നട്ടക്കാം. തമ്മനയിൽ എടുക്കണ്ടേ? തമ്മനയിൽ എടുക്കാം. ഓക്കെ, ഇപ്പം ഇതാണ് നമ്മൾ ട്രീ ഫാം. ഇനി ഇതിന് ചുറ്റോറം നമുക്ക് വേലി കെട്ടണം. പിന്നെ ഇങ്ങോട്ട് വരാൻ കുറച്ച് വജ്ജ് സെറ്റാക്കി കൊടുക്കാം. സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. വജ്ജ് നമ്മുടെ നാട്ടിൽ വജ്ജ് എന്നിട്ട് പറയാം. ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയുക, ഈ വജ്ജിൻ്റെ പരിപാടിയിലാണ് നമ്മൾ. വജ്ജ് പജ്ജ് അങ്ങനത്തെ. വജ്ജ് എന്നൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതാണ് ഞാൻ ആ കാര്യം വന്ന് നമുക്ക് വിട്ടുപിടിക്കാം. നമുക്ക് തന്നെ പരിപാടിയിലോട്ട് അതിൻ്റെ ഇന്ന് സമയത്തിൻ്റെയൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അത് എന്തോ വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്ക് കറണ്ടില്ല. ഞാൻ ഉച്ചക്ക് റെക്കോർഡ് ചെയ്യാം. ഒരു 12 മണിയൊക്കെ ആവാൻ നേരത്തെ ഞാൻ റെക്കോർഡ് ചെയ്യുക. ഇതൊരു 2 മണിയൊക്കെ ആകുമ്പോൾ അപ്ലോഡ് ചെയ്യാം. 2-3 മണിയൊക്കെ ആകുമ്പോൾ അപ്ലോഡ് ചെയ്യും. പക്ഷെ ഇന്നിപ്പം തന്നെ സമയം 5 മണി 6 മണിയായി. ഇന്ന് സമയം ചിലപ്പോൾ ഈ വീഡിയോ ഇന്ന് വരാൻ ചാൻസും ഇല്ല. ഞാൻ നോക്കട്ടെ, നെറ്റ് കിട്ടുകയാണെങ്കിൽ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും, അല്ലെങ്കിൽ നാളെ. ഇങ്ങനെ ഡെയിലി മുടക്കാതെ വീഡിയോ ഇടണം എന്നാണ് എൻ്റെ ഒരു ലക്ഷ്യം, മറ്റേ ആഗ്രഹമൊക്കെ. ഡെയിലി ഓരോ വീഡിയോ എങ്കിലും വെച്ച് ഇടണം. അങ്ങനെ ആകുമ്പോൾ ഒരു വർഷത്തിൽ 100-300 വീഡിയോസ് എങ്കിലും ഇടണം. ഇതുപോലെ ഇത് മതി. ഇനി നമുക്ക് ഒരു ഇതുണ്ടാക്കാം, ആക്സ്. മരമൊക്കെ പൊട്ടിച്ചെടുക്കണ്ടേ? അപ്പോൾ അതിനു വേണ്ടി മരമല്ല, അവിടുന്ന് 2 കൊണ്ടുവരേണ്ടതായിരുന്നു, മറന്നു പോന്നു. എൻ്റെ ഒരു കാര്യം ഞാനൊക്കെ മറക്കുകയാണ്. പിന്നെ അടിക്കും പോയി ഇടക്കിടക്ക് പോയി ചാവുകയും ചെയ്യും. എന്നാലും ഇതൊന്ന് പൊട്ടിച്ചെടുക്കുക. അതിൽ വേണ്ട, ഈ മരം പൊട്ടിച്ച സ്പ്രൂസുമ്പം തന്നെ തുടങ്ങും. സ്പ്രൂസ് ഫുഡ് ഇതിൻ്റെ മറ്റേ ഇതുണ്ടല്ലോ, ട്രാപ്പ് ഡോറൊക്കെ അടിപൊളിയാണ്. പേരൊക്കെ ഉണ്ടാക്കാൻ അടിപൊളിയാണ്. മറ്റേ അത്ര ചൊറുക്കുണ്ടാവില്ല. ഏതായാലും പൊട്ടിച്ചല്ലേ, ഫുള്ള് പൊട്ടിച്ചെടുക്കാം. പിന്നെ 150 സബ്സ്ക്രൈബ് ആകാനായിക്കണ്. എന്തായാലും ഞാൻ ലാസ്റ്റ് നോക്കിയപ്പോൾ ഇത്ര 145 സബ്ബോ ഇത്രയൊക്കെ ആയിക്കണം. ഒരു 5 സബ്സ്ക്രൈബും കൂടി ഉള്ളത് എല്ലാവരും പെട്ടെന്ന് അടിച്ചാൽ. നിങ്ങൾ ഈ വീഡിയോൻ്റെ ഇവിടെ കാണുമെന്നും കൂടി അറിയില്ല. എല്ലാവരും ജസ്റ്റ് ഒന്ന് വീഡിയോ തൊട്ടോക്കിയിട്ട് പോകണുള്ളൂ.
വാച്ചിങ് അവറും നമ്മൾ കൂടുന്നില്ല. വീഡിയോസ് ഞാൻ അങ്ങനെ ഇടുന്നുണ്ട് 10-11 മണി എത്ര 10-25 മണിക്കൂറായിട്ടുള്ളൂ. സാറില്ല, ആരും കാണില്ല എന്ന് ചിലപ്പോൾ മനസ്സിലായി. വ്യൂസ് മാത്രമേ ഉള്ളൂ. ആ വ്യൂസ് കാരണം എന്താ, നിങ്ങൾ തൊട്ടോക്കി പോണോണ്ടാണ് ആ വ്യൂസ്. എന്തായാലും ആവശ്യത്തിനുള്ള മരം സെറ്റാക്കി. എന്തായാലും നെതർ സെറ്റാക്കണം. നെതർ സെറ്റാക്കിയിട്ട് നമുക്ക് ഡ്രാഗനൊക്കെ കൊല്ലാണ്ട്. അപ്പോൾ ബേസിൻ്റെ പണി ഇവിടെ നിർത്തിയിട്ട് നമുക്ക് ഡ്രാഗനെ കൊല്ലാൻ പോയാലോ അടുത്ത എപ്പിസോഡിൽ? വേണ്ട, അടുത്ത എപ്പിസോഡിൽ ചെറിയ പണിയുണ്ട്. ഒരു 2-3 എപ്പിസോഡ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ബേസിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാം. ഏകദേശം ലാസ്റ്റിക്ക് നമുക്ക് ഡ്രാഗനെ കൊല്ലാം. ഡ്രാഗനൊക്കെ ഒന്ന് ബേസ് ഒന്ന് മെനയാക്കി എടുത്തിട്ട് നമ്മൾ ഈ സീരീസ് ഇവിടെ നിർത്തുന്നതായിരിക്കും. പിന്നെ നമുക്ക് പറ്റുകയാണെങ്കിൽ സ്കൈ വ്ലോഗ് തുടങ്ങണം, അല്ലെങ്കിൽ വല്ല ലെസ് പ്ലേയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ തുടങ്ങാം. എന്താ വേണ്ട വെച്ചാൽ ഞങ്ങൾ കമൻറ്റ് ചെയ്യാം. ജാവ കളിച്ചാൻ പറ്റിയെന്ന് അടിപൊളി. ജാവയിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ജാവ കളിച്ചാൽ. പക്ഷേ നമ്മളെ ഇതിൽ വർക്കാവണ്ടേ? ജാവ 1.1 വരെ ലാഗാണ്. മറ്റേ പുതിയ ലോഞ്ചറും മൊജോ ലോഞ്ചർ അങ്ങനത്തെ ആപ്പുകളൊക്കെ വെച്ച് നമ്മൾ കയറ്റി നോക്കി. പക്ഷെ ഒക്കത്തിൽ ലാഗടാ. കളിച്ചാൽ തന്നെ ലാഗാ. പിന്നെ റെക്കോർഡ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? ഒരു ആക്സ് ഉണ്ടാക്കുക. ഇവിടെ എത്തിയപ്പം മറന്നുപോയി. അപ്പം എന്തായാലും ഈ ഒരു ആക്സ് വെച്ചിട്ട് നമുക്ക് ഈ മരം ഫുള്ളങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ ഏത് മരം കട്ട് ചെയ്യും? എന്തായാലും ഇപ്പം അത് കട്ട് ചെയ്തല്ലേ, ഇതിൻ്റെ വല്ല സാപ്ലിങ്സും കിട്ടിയോ? ഇത് ഇവിടുന്ന് പൊട്ടിച്ചിട്ടില്ല. ഒരു മിനിറ്റ്, ഇതിപ്പം ശരിയാക്കി തരാം. സ്വിച്ച് ഞാൻ എന്തൊക്കെയോ പിടിച്ച് നിൽക്കുകയാണ്. പിന്നെ ഞാൻ നാത്തൊന്ന് ചത്തിന്നു. അപ്പോഴും എലൈറ്റർ വരെ പോയി. റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു വട്ടം പറന്ന് പോയത്. എന്താ കാട്ടി വെച്ച് കഴിഞ്ഞാൽ എന്താ കാട്ടി നിച്ചൊരു ഓർമ്മയില്ല. ഞാൻ ഇവിടെ ഇതിലെങ്ങനെ പോയിങ്ങാണ്ട് ഒരൊറ്റ ചാട്ടം ചാടി. എലൈറ്റർ റോക്കറ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഇടാനുള്ള സമയം കിട്ടിയില്ല. നേരെ പോയി ഇങ്ങനെയാണ് പോയി താഴേക്ക്. പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല. കുറച്ച് സ്പ്രൂസിൻ്റെ മരം ഉണ്ടായിരുന്നു, ഞാനത് ഓർത്തില്ല. എൻ്റെ സ്പ്രൂസിൻ്റെ മരം. ആ മരം ആകെ ഒരൊറ്റ സാപ്ലിങ്സേ കിട്ടിയിട്ടുള്ളൂ. അത് ഞാൻ കൊണ്ടുപോയി കളയുകയും ചെയ്തു. ഇതാണ് ഞാൻ ആലോചിച്ചാതെ എടുത്ത് ചാടിയത്. ഇനി ചാടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇന്ന് വലിയ ലെങ്ത്തും ഇതൊന്നുമില്ല, ചെറിയൊരു ഇത്. ചുറ്റോറം വേലി കെട്ടണം. അത് അടുത്തൊരു എപ്പിസോഡിലല്ല, അത് ഞാൻ ഓഫ് ക്യാമറയിൽ കുത്തിരുന്ന് ഇതിൻ്റെ വേലിയട്ടലും ബേസ് വലുതാക്കലൊക്കെ ഓഫ് ക്യാമറയാണ്. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്താൽ ശരിയാവില്ല. അതൊക്കെ നല്ല ടൈം പിടിച്ചിട്ട് പരിപാടി. അതൊന്നും നമ്മുടെ റെക്കോർഡ് ചെയ്യാനും കൂടി പറ്റില്ല. ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ കുത്തിരുന്നേക്കെ ഞാൻ പണിയെടുക്കുക. 1 മണിക്കൂർ കുത്തിരുന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഉണ്ടെന്ന് അറിയാം, ഞാൻ എന്ത് പണിയെടുക്കണോ അത് അത്ര റെക്കോർഡ് ചെയ്യുക, അങ്ങനെ ഇടുക. അത് കഴിഞ്ഞേക്ക് അപ്ലോഡ് ചെയ്യുക, പിന്നെ അടുത്ത പണി എടുക്കുക, അതും അപ്ലോഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരു 10,000 വീഡിയോസ് ഇടേണ്ടി വരും. മോബ് ഫാം എന്തായാലും വർക്കിടാണ്. പക്ഷേ ഈ മോബ് ഫാമിൻ്റെ വീഡിയോ തന്നെ 2 എപ്പിസോഡായിടാ. ഞാൻ ഒറ്റ എപ്പിസോഡിൽ തീർക്കണം കരുതിയ, പക്ഷേ 30 മിനിറ്റ് ആയപ്പോൾ ഓട്ടോമാറ്റിക്കലി കട്ടായിപ്പോയി. റെക്കോർഡ് ചെയ്യുക ലാസ്റ്റ് എൻഡിങ് പോലും പറയാൻ പറ്റില്ല. അപ്പം എന്തായാലും ഇന്ന് ഒരു എൻഡിങ് പറഞ്ഞിട്ട് പോവാം. അപ്പോൾ വീഡിയോ കണ്ടവർ അടുത്ത വീഡിയോൻ്റെ എന്തായാലും പെട്ടെന്ന് തന്നെ വരാം. പരമാവധി ഫാസ്റ്റ് ആക്കാം. എന്തെങ്കിലുമൊക്കെ ഇതിൽ നമുക്ക് ഡ്രാഗനെ കൊല്ലാൻ പെട്ടെന്ന് അതിൻ്റെ പരിപാടി ചെയ്യാം. നെതർ ഉണ്ടാക്കണം, നമ്മുടെ ഫോർട്രസ് കണ്ടുപിടിച്ചണം, ബ്ലേസിനെ തട്ടണം. സെൻട്രപ്പുകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അത് വേറെ കാര്യം. ഡ്രാഗനെ കൊന്നിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു എൻഡർമാൻ XP ഫാമോ എന്തെങ്കിലുമൊക്കെ പരിപാടി പിന്നെയും ചെയ്യാം. അവിടെ ലൈറ്റ് വെക്കാത്തതുകൊണ്ട് ഇനി അവിടുന്ന് വല്ല സോംബി വരുന്ന ചാൻസ് ഉണ്ട്. അപ്പോൾ ബൈ ബൈ.